എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയൊക്കെ നമ്മൾ ഭരണഘടനയുടെ ഭേദഗതി എന്ന് പറയുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്ത് നമ്മളെ രാജ്യത്തെ പഞ്ചായത്ത് രാജിൻ്റെ സിസ്റ്റം എങ്ങനെയാണ്, എന്താണ് അതെങ്ങനെയാണ് എവല്യൂഷൻ സംഭവിച്ചത്, എങ്ങനെയാണ് ഇന്നത്തെ സംഭവത്തിലെത്തിയത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, പ്രാദേശിക ഗവൺമെൻറ് എന്ന് പറയുന്നത് ഗ്രാമതലത്തിലും ജില്ലാതലത്തിലുമുള്ള ഗവൺമെൻറ്റാണ്. സാധാരണക്കാരനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ് പ്രാദേശിക ഗവൺമെൻറ്റുകൾ. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അടിത്തറ ഇത്തരം പ്രാദേശിക ഗവൺമെൻറ്റുകളാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് അതേപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ വന്ന് പിന്നെ ഏറ്റവും താഴെ കിടക്കുന്നതാണ് ഈ പറയുന്ന പ്രാദേശിക ഗവൺമെൻറ്. അപ്പോൾ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, അധികാരം എവിടെയായിരുന്നു കേന്ദ്രീകരിച്ചിരിക്കുന്നത്? സെൻട്രലാണ്, യൂണിയൻ ഗവൺമെൻറ് ആയിരുന്നു. അത് പിന്നെ താഴത്തോട്ട് വന്ന് വികേന്ദ്രീകരണം എവിടെ വരെ എത്തി? വികേന്ദ്രീകരണം എന്ന് പറയുന്നത് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്ന സംഭവം വന്ന് പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് ഇന്ന് കാണുന്ന രീതിയിലുള്ള അധികാരങ്ങളും അവർക്ക് വേണ്ട വിഭവങ്ങളൊക്കെ അവർക്ക് സ്വയം കണ്ടെത്താനുള്ള രീതികളൊക്കെ വന്നത് അതിൻ്റെ ഒരു പരിണാമമായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അടിത്തറ ഇത്തരം പ്രാദേശിക ഗവൺമെൻറ്റുകളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി പ്രാദേശിക ഗവൺമെൻറ്റുകൾ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകളാണ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഗ്രാമസഭയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അതായത് ആ ഒരു വില്ലേജ് തലത്തിലുള്ള എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന അവിടുത്തെ സാമുദായിക പട്ടികയിൽ അഥവാ ഇലക്ട്രൽ റോൾസിൽ ഉൾപ്പെടുന്ന എല്ലാ ജനങ്ങളും ഉൾപ്പെടുന്നതാണ് ആ പറയുന്നതിലെ ഗ്രാമസഭ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രാദേശിക ഗവൺമെൻറ്റുകളെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമസഭകളാണ് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യത്തെ ഒരു ഡയറക്റ്റ് ഡെമോക്രസി അഥവാ നേരിട്ടുള്ള ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ഗ്രാമസഭകളാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? പ്രാദേശിക ഗവൺമെൻറ്റുകൾ ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണുകളാണെന്ന് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ 1882 ശേഷമാണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രാദേശിക ഗവൺമെൻറ്റുകൾ രൂപപ്പെട്ടത്. അപ്പോൾ ഈ ഒരു വർഷം ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അതുമായി ബന്ധപ്പെട്ട വൈസ്രോയി ആരാന്ന് വെച്ചാൽ റിപ്പൺ പ്രഭുവാണ്. അപ്പോൾ 1882 നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട പേരാണ് വൈസ്രോയി, റിപ്പൺ പ്രഭു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അറിയപ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നാണ്. അപ്പോൾ ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു വിളംബരം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് 1882 അദ്ദേഹം ഒരു വിളംബരം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ വിളംബരത്തിൻ്റെ പേരെന്താണ്? ആ വിളംബരം അറിയപ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാഗ്ന കാർട്ട എന്നാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അത് കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ച വ്യക്തിയായിരുന്നു വൈസ്രോയി റിപ്പൺ പ്രഭു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, അന്ന് അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു ഇത് അറിയപ്പെട്ടിരുന്നത് പ്രാദേശിക ബോർഡുകൾ എന്നായിരുന്നു. ഓക്കെ, പ്രാദേശിക ബോർഡുകൾ എന്നായിരുന്നു അന്ന് അത് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം പിന്നീട് ഓരോ നിയമങ്ങൾ വന്നതിൽ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതാണ് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഇത് പ്രകാരമാണ് ഇന്ത്യയിലെ ഏതാനും പ്രവിശ്യകളിൽ വില്ലേജ് പഞ്ചായത്തുകൾ സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ, അതായത് ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയിലെ പ്രവിശ്യകളിൽ വില്ലേജ് പഞ്ചായത്തുകൾ സ്ഥാപിക്കപ്പെടാൻ കാരണമായ നിയമം ഏതാണെന്ന് വെച്ച് നിങ്ങൾ പറയണം. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്, അല്ലെങ്കിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ആണ് നിങ്ങൾ പറയണം. ഓക്കെ, അപ്പോൾ 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയിലെ ഏതാനും പ്രവിശ്യകളിൽ എന്തുണ്ടായിരുന്നു? വില്ലേജ് പഞ്ചായത്തുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരവും ഈ ഒരു പ്രവണത തുടർന്നുണ്ട്. അതായത് ഈ ആക്ട് പ്രകാരവും എന്ത് സംഭവിച്ചിട്ടുണ്ട്? പ്രവിശ്യകളിൽ വില്ലേജ് പഞ്ചായത്തുകളൊക്കെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായിട്ട് ഏറ്റവും ആദ്യത്തെ ആക്ട് എന്ന് പറയുന്നത് 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതൊന്നും ആലോചിച്ച് വയ്ക്കുക. അടുത്തത് ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാന്ധിജിയാണെന്ന് പറയാം. നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സാമ്പത്തിക അധികാരങ്ങൾ അതേപോലെ രാഷ്ട്രീയ അധികാരങ്ങൾ ഇതൊക്കെ വികേന്ദ്രീകരിക്കണമെന്ന് ശക്തമായി വാദിച്ച വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. എല്ലാം എന്തായിരുന്നു? നമ്മുടെ കേന്ദ്രത്തിലായിരുന്നു ഈ പറയുന്ന എല്ലാ അധികാരങ്ങളും ഉണ്ടായത്. അതൊക്കെ താഴത്തോട്ടും ഇറങ്ങി വരണമെന്ന് ശക്തമായി വാദിച്ച വ്യക്തിയായിരുന്നു ഗാന്ധിജി. അപ്പോൾ ഗ്രാമപഞ്ചായത്തുകളെ ശാക്തീകരിക്കുകയാണ് ഇതിനുള്ള മാർഗം എന്നാണ് ഗാന്ധിജി അന്ന് വിശ്വസിച്ചിരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ
ഭരണഘടനയിൽ ഈ പറയുന്ന പ്രാദേശിക ഗവൺമെൻറ്റുമായി സംബന്ധിച്ച വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന ലിസ്റ്റിലാണ്. നമ്മൾ ലിസ്റ്റുകളുടെ ക്ലാസ് വിശദമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംസ്ഥാന ലിസ്റ്റിലാണ് ഈ പറയുന്ന പ്രാദേശിക ഗവൺമെൻറ്റുമായി സംബന്ധിച്ച എല്ലാ വിഷയങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അധികാരം, ആ പറയുന്ന വിഷയങ്ങളിലൊക്കെ നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? സംസ്ഥാന നിയമസഭയ്ക്കാണ്. ഇനി അടുത്ത് നോക്കിയാൽ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രവർത്തനം 1952 ആരംഭിച്ച ഗ്രാമീണ വികസന പദ്ധതിയിലൂടെയാണ് നടന്നത്. ഓക്കെ, അപ്പോൾ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ പ്രവർത്തനം എന്നറിയപ്പെടുന്നത് ഈ പറയുന്ന 1952 ആരംഭിച്ച കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ്. അതിൻ്റെ മലയാളമാണ് ഗ്രാമീണ വികസന പദ്ധതി എന്ന് പറയുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്ത് അല്ലെങ്കിൽ ഇത് നിലവിൽ വരുന്നത് 1952 ഗാന്ധി ജയന്തിയുടെ അന്നാണ്. കാരണം ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഒന്നായിരുന്നു ഇത്തരത്തിൽ വില്ലേജ് പഞ്ചായത്തുകളുടെ അല്ലെങ്കിൽ വില്ലേജുകളുടെ വികസനം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഗ്രാമീണ വികസന പദ്ധതിയുടെ ഈ പറയുന്നത് നിലവിൽ വന്നത് ഒക്ടോബർ 2 1952 ആയിരുന്നു. ഈ വർഷം ഒന്ന് ആലോചിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്രാമീണ വികസന പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കി വയ്ക്കുക. ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ സമഗ്രമായ വികസനമാണ് ഇതുകൂടെ ലക്ഷ്യമിട്ടിരുന്നത്. ഈ പറയുന്ന പദ്ധതിയിൽ കൃഷി ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, അനിമൽ ഹസ്ബൻഡറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ജലസേചനം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമഗ്രമായ ഒരു വികസനമായിരുന്നു ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പക്ഷേ നമ്മുടെ രാജ്യത്തെ ഫണ്ട് ഒക്കെ കുറവായത് കാരണം അത് ഇന്ത്യയിൽ മൊത്തമായിട്ട് വ്യാപിപ്പിക്കാനൊന്നും അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ പ്രാദേശിക വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തെ പ്രോത്സാഹിപ്പിക്കാനായി നിലവിൽ വന്ന ഒരു പദ്ധതിയാണിത്. ഈ പദ്ധതിയെ പഞ്ചായത്തി രാജിൻ്റെ മുൻഗാമി എന്ന് വിശേഷിക്കപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിരിക്കേണ്ട മറ്റൊരു പ്രോഗ്രാമാണ് തൊട്ടടുത്ത വർഷം 1953 ഇതേ പറഞ്ഞ ഡേറ്റിൽ ഗാന്ധിജി, അതായത് 1953 ഒക്ടോബർ 2 നിലവിൽ വന്ന മറ്റൊരു പ്രോഗ്രാമാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്ന് പറയുന്നത്. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്ന് പറയുന്നത് 1953 ഒക്ടോബർ 2 ഇത് നിലവിൽ വരുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അഥവാ ഗ്രാമീണ വികസന പദ്ധതിക്ക് ആവശ്യമായ ടെക്നിക്കൽ സപ്പോർട്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായ സപ്പോർട്ട്, ഇതൊക്കെ നൽകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഈ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്ന് പറയുന്ന പദ്ധതി. ഇത്തരം കാര്യങ്ങളൊന്ന് മാത്രം ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, അടുത്ത നോക്കിയാൽ പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്നൊരു ചോദ്യമാണ് ഈ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അനുച്ഛേദം ഏതാണ്? 40. അല്ലെങ്കിൽ ഈ ചോദ്യം ഇങ്ങനെ ചോദിക്കാൻ പറ്റും, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഏത് ഭാഗത്താണ്, ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം എന്ത്? നിർദ്ദേശക തത്വത്തിലാണെന്ന്. കാരണം എന്താണ്? ആർട്ടിക്കിൾ 40 വരുന്ന എവിടെയാണ്? നിർദ്ദേശക തത്വത്തിലാണല്ലോ. അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിർദ്ദേശക തത്വത്തിലാണ് ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കണം എന്നൊക്കെ പറയുന്നത്. നിർദ്ദേശക തത്വത്തിൽ ആർട്ടിക്കിൾ 40 എന്ന് നിങ്ങൾ ആലോചിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം വിഭാവനം ചെയ്തിരിക്കുന്നത് 20 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ 20 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം അവരെ 3 തലത്തിലുള്ള പഞ്ചായത്ത് വിഭാവനം ചെയ്താൽ മതി. അതല്ലെങ്കിൽ 20 ലക്ഷത്തിൽ താഴെയാണ് ജനസംഖ്യയെങ്കിൽ അവിടെ 3 എണ്ണം വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് വേണമെങ്കിൽ 2 തലങ്ങളൊക്കെ മതി. ഓക്കെ, 2 ടയർ ഒക്കെ മതി. ഇനി ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ല, അതായത് നമ്മുടെ 73ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഗാലാൻഡ്, മേഘാലയ, മിസോറാം പോലുള്ള പ്രത്യേക സംസ്ഥാനങ്ങളാണ്. അതുപോലെ തന്നെ ചില നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലെ ചില ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മെയിനായിട്ട് ഈ 3 സംസ്ഥാനങ്ങളുടെ പേര് ആലോചിച്ച് വയ്ക്കുക. നാഗാലാൻഡ്, മേഘാലയ, മിസോറത്തിൽ ഈ പറയുന്ന പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് തദ്ദേശ സ്വയംഭരണത്തെക്കുറിച്ച് പഠിച്ച പ്രധാനപ്പെട്ട കമ്മിറ്റികളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്നതിൽ വർഷം നിങ്ങൾ നിർബന്ധമായിട്ട് ആലോചിക്കണം, കാരണം പരീക്ഷയ്ക്ക് വർഷം ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന വർഷവും നിങ്ങൾ നിർബന്ധമായിട്ടും ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതെന്ന് വർഷം പഠിക്കണം. പിന്നെ ആദ്യം ഏതാ സംഭവിച്ചത് എന്നുള്ള രീതിയിലും, അതായത് ഏത് കമ്മിറ്റിയാണ്, ഇപ്പോൾ നിങ്ങളുടെ ഒരു ഓർഡറിൽ എഴുതാൻ പറയുകയാണെങ്കിൽ ഏത് കമ്മിറ്റിയാണ് ആദ്യം വന്നത് ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, പ്ലാനിംഗ് കമ്മീഷനൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ 1957 ഈ പറയുന്ന കമ്മീഷനെ നിയമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് എന്താണെന്ന് വെച്ചാൽ 1957 വന്ന ഈ കമ്മീഷൻ 1957 തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ബൽവന്ത് റായ് മേത്ത എന്ന് പറയുന്നതാണ് പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ പഞ്ചായത്തി രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. ഓക്കെ, ബൽവന്ത് റായ് മേത്തയാണ്. മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞത് റിപ്പൺ പ്രഭു എന്ന് പറയുന്നത് എന്താണ്? ലോക്കൽ സെൽഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു സബ് കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പഞ്ചായത്ത് രാജ് പറയുന്നത്. അപ്പോൾ പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? ബൽവന്ത് റായ് മേത്തയാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മുൻ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ്. ഫെബ്രുവരി 19 എന്ന് പറയുന്ന ഡേറ്റ് ആണ്. ഈ ഡേറ്റ് നിങ്ങൾ പഠിച്ചു വെക്കണം, കാരണം ഈ ഡേറ്റ് ആണ് കേരളത്തിൻ്റെ പഞ്ചായത്തി രാജ് ദിനം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി 19 ആണ് കേരളത്തിലെ പഞ്ചായത്തി രാജ് ദിനം എന്നറിയപ്പെടുന്നത്. ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും പറയും. പക്ഷേ ഇന്ത്യയുടെ പഞ്ചായത്ത് രാജ് ദിനം വ്യത്യാസമുണ്ട്. അത് ഏതാണെന്നൊക്കെ നമ്മൾ ഈ 73ാമത്തെ ഭേദഗതിയിൽ നമ്മൾ പഠിച്ചതാണ്. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയും. ഓക്കെ, അപ്പോൾ 19 ഈ പറയുന്ന ഡേറ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കാം. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിന് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി. അപ്പോൾ 3 തലത്തിലുള്ള പഞ്ചായത്തുകൾ നിലവിൽ വരണം എന്ന് പറഞ്ഞ കമ്മിറ്റി ആയിരുന്നു ബൽവന്ത് റായ് മേത്ത എന്ന് പറയുന്നത്. ഓക്കെ, ആ 3 തലം എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ജില്ലാ തലത്തിൽ ജില്ലാ പരിഷത്ത്, ബ്ലോക്ക് തലത്തിൽ പഞ്ചായത്ത് സമിതി, വില്ലേജ് തലത്തിൽ ഗ്രാമപഞ്ചായത്ത് എന്ന രീതിയിൽ 3 ടയറായിരുന്നു. 3 തലങ്ങളായിട്ടാണ് ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞ കമ്മിറ്റിയായിരുന്നു ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. അതുപോലെ തന്നെ ഗ്രാമീണ വികസന, നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാമീണ വികസന പദ്ധതിയും അതേപോലെ തന്നെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസും. അപ്പോൾ ഗ്രാമീണ വികസന പദ്ധതിയുടെയും നാഷണൽ എക്സ്റ്റൻഷൻ സർവീസിൻ്റെയും പ്രവർത്തനം പരിശോധിക്കുവാനും അവയുടെ മികച്ച പ്രവർത്തനത്തിനുള്ള നടപടികൾ നിർദ്ദേശിക്കുവാനുമായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ്. കൂടുതൽ പറഞ്ഞാൽ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ് ഈ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 1957 റിപ്പോർട്ട് സമർപ്പിച്ചു. ജനാധിപത്യ വികേന്ദ്രീകരണം എന്ന പദ്ധതി സ്ഥാപിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയായിരുന്നു. ഓക്കെ, അപ്പോൾ ജനാധിപത്യ വികേന്ദ്രീകരണം എന്ന പദ്ധതി സ്ഥാപിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഡയറക്റ്റ് ഇലക്ഷനിലൂടെ വേണം ഈ പറയുന്ന പ്രതിനിധികളൊക്കെ തിരഞ്ഞെടുക്കണം എന്നൊക്കെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയായിരുന്നു. അപ്പോൾ ഇതൊന്നും ആലോചിച്ച് വയ്ക്കുക. അദ്ദേഹം അപ്പോൾ 1957 അദ്ദേഹം റെക്കമെൻഡേഷനും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ഉടനെ വന്നത് 1950, 2 വർഷം കഴിഞ്ഞിട്ടാണ് ആ പറയുന്ന റെക്കമെൻഡേഷൻസ് ഒക്കെ ചില സംസ്ഥാനങ്ങൾ അവരുടേതായ രീതിയിലൊക്കെ നടപ്പാക്കിക്കൊണ്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന എവിടെയെന്ന് വെച്ചാൽ രാജസ്ഥാനിലാണ്, നാഗൂർ ജില്ലയാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിക്കുക. അപ്പോൾ ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്നത് എവിടെയെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് എവിടെയെന്ന് വെച്ചാൽ രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ്. അത് ഉദ്ഘാടനം ചെയ്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഗാന്ധി ജയന്തിയുടെ അന്ന് തന്നെയാണ്. അപ്പോൾ 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ ജവഹർലാൽ നെഹ്റു പഞ്ചായത്തി രാജ് സംവിധാനം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അത് കഴിഞ്ഞ ഉടനെ 1959 തന്നെ രണ്ടാമത് വന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ സെയിം വർഷം തന്നെയാണ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തേതും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതുമായ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ കമ്മിറ്റി 1963 കമ്മിറ്റിയാണ്. സന്താനം കമ്മിറ്റി എന്നാണ് പേര്. സന്താനം കമ്മിറ്റി ഇത് എന്താണ്? പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ ധനകാര്യങ്ങളിൽ പഠനം നടത്താൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയായിരുന്നു സന്താനം കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞാൽ 1965 നമ്മൾ സന്താനം കമ്മിറ്റിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും. അപ്പോൾ ഇത് ആലോചിച്ച് നോക്കിയാൽ സന്താനം കമ്മിറ്റി 1963 പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ ധനകാര്യങ്ങളിൽ അവിടുത്തെ ഫിനാൻസ് ഒക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള പഠനം നടത്താൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയായിരുന്നു സന്താനം കമ്മിറ്റി. പിന്നെ അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റി. 1977 വർഷം നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക, അശോക് മേത്ത കമ്മിറ്റി. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സന്താന കമ്മിറ്റി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ബൽവന്ത് റായ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞാൽ അടുത്ത ഇമ്പോർട്ടൻ്റ് വരുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഈ കമ്മിറ്റിയുടെ പേരെന്താണെന്ന് വെച്ചാൽ കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നായിരുന്നു ഈ കമ്മിറ്റി അറിയപ്പെട്ടിരുന്ന ഓക്കെ, പഞ്ചായത്തി രാജ് സംവിധാനം പുനരുജ്ജീവിപ്പിക്കാനും ശക്തിപ്പെടുത്താനും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ്റാണ് ഈ കമ്മിറ്റിയെ നിയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അശോക് മേത്ത കമ്മിറ്റി വരുന്ന സമയത്ത് ആരാണ് ഇവിടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? ജനതാ ഗവൺമെൻറ് ആണ്. അന്ന് പ്രധാനമന്ത്രി ആയിരുന്നത് മൊറാർജി ദേശായി ആയിരുന്നു. അപ്പോൾ അവരാണ് ഈ പറയുന്ന കമ്മിറ്റിയെ എന്ത് ചെയ്യുന്നത്? അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഈ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ത്രിതല പഞ്ചായത്ത് സംവിധാനം വേണ്ട, നമുക്ക് 2 ടയർ സിസ്റ്റം മാത്രം മതി എന്ന് പറഞ്ഞത് ആരായിരുന്നു? അശോക് മേത്ത കമ്മിറ്റിയായിരുന്നു. അപ്പോൾ ത്രിതല പഞ്ചായത്ത് സംവിധാനം അതിന് പകരമായി ദ്വിതലമാക്കി പരിഷ്കരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ്. അതായത് ജില്ലാ തലത്തിൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് തലത്തിൽ മണ്ഡൽ പഞ്ചായത്ത്. അപ്പോൾ മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറയുന്ന ആശയം അവതരിപ്പിച്ച കമ്മിറ്റി ഏതാണെന്ന് വേണമെങ്കിൽ ചോദ്യം വരാം. അത് ഏതായിരുന്നു? അശോക് മേത്ത കമ്മിറ്റി ആയിരുന്നു. ഓക്കെ,
1977 അശോക് മേത്ത കമ്മിറ്റി. അപ്പം മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ച കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ ന്യായ പഞ്ചായത്തുകളെ വികസന പഞ്ചായത്തുകളിൽ നിന്ന് വേർതിരിച്ച് പ്രത്യേക സ്ഥാപനമായി നിലനിർത്തണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും എന്താണ് ന്യായ പഞ്ചായത്ത് എന്നൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയും. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ന്യായ പഞ്ചായത്തുകളെ വികസന പഞ്ചായത്തുകളിൽ നിന്ന് വേർതിരിച്ചിട്ട് ഒരു പ്രത്യേക സ്ഥാപനമായി നിലനിർത്തണമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ അവർക്ക് നിർബന്ധിത നികുതി അധികാരങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് SC/ST വിഭാഗങ്ങൾക്ക് സീറ്റ് സംവരണം നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതേതാണ്? ഈ പറയുന്ന അശോക് മേത്ത. അപ്പം മണ്ഡൽ പഞ്ചായത്ത് ആലോചിച്ച് വയ്ക്കുക. ന്യായ പഞ്ചായത്തുകളെ വേർതിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ന്യായ പഞ്ചായത്തുകളെ ഓരോ പറയുന്ന വില്ലേജുകളിലും എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് റെക്കമെൻഡ് ചെയ്ത് വേറെ കമ്മിറ്റിയാണ്, നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയും. ഇവിടെ ന്യായ പഞ്ചായത്തുകളെ വികസന പഞ്ചായത്തുകൾ വേർതിരിച്ച് പ്രത്യേക സ്ഥാപനമായി നിലനിർത്തണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് നോക്കിയാൽ SC/ST വിഭാഗങ്ങൾക്ക് സീറ്റ് സംവരണം നിർദ്ദേശിച്ച കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ പഞ്ചായത്ത് രാജ് മന്ത്രിയെ നിയമിക്കുക, അതായത് ഓരോ സംസ്ഥാനത്തും ഒരു പഞ്ചായത്ത് രാജ് വകുപ്പ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു മന്ത്രിയെ നിയമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പതിവ് സോഷ്യൽ ഓഡിറ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പറയുന്ന പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ആദ്യമായിട്ട് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ശരിക്കും ഉത്തരം പറയേണ്ടത് അശോക് മേത്ത കമ്മിറ്റിയാണ്. പക്ഷേ നമ്മുടെ PSC ആൻസർ കീ പ്രകാരമൊക്കെ നമ്മൾ അങ്ങനെയല്ല പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ തന്നതിൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന കമ്മിറ്റിയൊന്നുമില്ല, വേറെ ഏതെങ്കിലും കമ്മിറ്റി ആണെങ്കിൽ നമ്മൾ ഉത്തരം എഴുതേണ്ടത് അശോക് മേത്ത എന്നാണ്. അത് ചോദ്യം ഞാൻ കാണിച്ചു തരാം, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ എത്ര മനസ്സിലാക്കുക, അശോക് മേത്ത കമ്മിറ്റി എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം വന്ന കമ്മിറ്റി ഏതാണ്? 1977 ഇവരാണ് വന്നിട്ടുള്ളത്. അതിന് ശേഷമാണ് ബാക്കി കമ്മിറ്റികളൊക്കെ ഇത്തരത്തിൽ ഭരണഘടനാപരമായ അംഗീകാരം നൽകണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ രീതിയിൽ ഇവർ പറഞ്ഞിട്ടുണ്ടെന്ന് കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ പറയാം. അടുത്ത നോക്കിയേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ്? EMS ആണ്. ചോദ്യമാണ്, മുന്നത്തെ ചോദ്യമാണ്. അപ്പോൾ ഈ കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ EMS നമ്പൂതിരിപ്പാടാണ്. അടുത്ത പ്രധാനപ്പെട്ട മറ്റൊരു കമ്മിറ്റി 1985 വന്ന GVK റാവു കമ്മിറ്റിയാണ്. ഓക്കെ, GVK റാവു കമ്മിറ്റി ആസൂത്രണ കമ്മീഷൻ. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷനാണ് ഈ കമ്മിറ്റിയെ നിയമിച്ചത്. അപ്പോൾ എന്തിനായിരുന്നു? ഗ്രാമവികസനത്തിനും ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾക്കുമായുള്ള നിലവിലുള്ള ഭരണപരമായ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യുന്നതിനായിട്ട് നിയോഗിച്ച ഒരു കമ്മിറ്റിയായിരുന്നു. വായിച്ചു നോക്കിയാൽ മതി. ഈ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥവൽക്കരണമാണ് പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ മോശം. അതായത് സ്ഥാപനങ്ങളെല്ലാം ബ്യൂറോക്രാറ്റൈസേഷൻ ചെയ്തിരിക്കുകയാണ്. അതായത് ഉദ്യോഗസ്ഥർ അങ്ങനെ വേണ്ട രീതിയിലൊന്നും പണിയെടുക്കാതെ ഭയങ്കര എന്താ പറയുക അഴിമതി ആ രീതിയിലൊക്കെ ഉദ്യോഗസ്ഥവൽക്കരണം സംഭവിച്ചതുകൊണ്ട് പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ മോശം പ്രകടനമാണ് നടക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥവൽക്കരണമാണ് എന്ന് പ്രധാന കാരണമെന്ന് സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്ത പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് 1986 LM സിംഗ്വി കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, LM സിംഗ്വി കമ്മിറ്റിയാണ് 1986 വളരെ ഇമ്പോർട്ടൻ്റ് ആയ കമ്മിറ്റിയാണ്. അപ്പോൾ ഇവരെ നിയമിക്കുന്നത് രാജീവ് ഗാന്ധി സർക്കാരാണ് നിയമിച്ചിട്ടുള്ളത്. അപ്പോൾ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളെ ഭരണഘടനാപരമായി അംഗീകരിക്കുകയും സംരക്ഷിക്കുകയും വേണമെന്ന് നിർദ്ദേശം. അപ്പോൾ LM സിംഗ്വി കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ഭരണഘടനാപരമായി അംഗീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പുതിയ അധ്യായം ചേർക്കാനൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിലേക്ക് സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ജനാധിപത്യ വികേന്ദ്രീകരണത്തിൻ്റെ കേന്ദ്രമായി ഗ്രാമസഭയ്ക്ക് ഊന്നൽ നൽകിയിട്ടുണ്ട്. അതേപോലെ ന്യായ പഞ്ചായത്തുകളെ സൃഷ്ടിക്കുക. അപ്പോൾ ഇവിടെയാണ് എന്ത് പറയേണ്ടത്? ന്യായ പഞ്ചായത്തുകളെ സൃഷ്ടിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം LM സിംഗ്വി കമ്മിറ്റിയാണ്. ഓക്കെ, അപ്പോൾ LM സിംഗ്വി കമ്മിറ്റിയാണ് 1986 വന്ന LM സിംഗ്വി കമ്മിറ്റിയാണ് ന്യായ പഞ്ചായത്തുകൾ സൃഷ്ടിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി. അപ്പോൾ എന്താണ് ന്യായ പഞ്ചായത്തുകൾ എന്ന് പറഞ്ഞാൽ? പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ നീതിന്യായ വിഭാഗമാണ് ന്യായ പഞ്ചായത്തുകൾ. പ്രാദേശിക തലത്തിൽ നീതി ലഭ്യമാക്കുന്നതിനാണ് അവ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മാത്രം അറിയാം. ന്യായ പഞ്ചായത്തുകൾ സൃഷ്ടിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേതാണ്? നമ്മുടെ LM സിംഗ്വി കമ്മിറ്റിയാണ്. അപ്പോൾ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? അശോക് മേത്ത കമ്മിറ്റിയുടെ സമയത്ത് നമ്മൾ പറഞ്ഞത് ന്യായ പഞ്ചായത്തുകളെ വികസന പഞ്ചായത്തുകളിൽ നിന്ന് വേർതിരിച്ച് പ്രത്യേക സ്ഥാപനമായി നിലനിർത്തണം എന്ന് മാത്രമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ന്യായ പഞ്ചായത്തുകൾ സൃഷ്ടിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി LM സിംഗ്വി കമ്മിറ്റിയാണ് 1986. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ജുഡീഷ്യൽ ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കണം എന്ന് നിർദ്ദേശം. അപ്പോൾ ന്യായ പഞ്ചായത്തുകൾ സ്ഥാപിക്കാനും പറഞ്ഞു, ജുഡീഷ്യൽ ട്രൈബ്യൂണൽ രണ്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. ജുഡീഷ്യൽ ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ ജുഡീഷ്യൽ ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് LM സിംഗ്വി കമ്മിറ്റി.
അടുത്ത വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി 1989. പല സ്ഥലത്തും നിങ്ങൾക്ക് 1988 എന്ന് വർഷമൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ NCERT ടെക്സ്റ്റിലും SCERT ടെക്സ്റ്റിലും ഒക്കെ 1989 എന്നാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ PSC ഉത്തരസൂചിക പ്രകാരം നിങ്ങൾ പഠിക്കേണ്ട വർഷം 1989 എന്നാണ്. ഓക്കെ, അപ്പോൾ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ സബ് കമ്മിറ്റി ആയിട്ടാണ് ഈ PK തുങ്കൻ കമ്മിറ്റി. അപ്പോൾ എന്താന്ന് പറയുന്നത്, പാർലമെന്ററി സബ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ സബ് കമ്മിറ്റിയാണ് എന്ത് PK തുങ്കൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വയ്ക്കുക. ജില്ലാതല ആസൂത്രണത്തിനായി ജില്ലയിലെ ഭരണ രാഷ്ട്രീയ ഘടനയെക്കുറിച്ച് പരിശോധിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി. അപ്പോൾ ജില്ലാതല ആസൂത്രണത്തിനായി നമ്മൾ ജില്ലാതലത്തിൽ പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ജില്ലയിലെ ഭരണ രാഷ്ട്രീയ ഘടനയെക്കുറിച്ച് പരിശോധിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയാണ്. ഇവരും തന്നെ പറഞ്ഞ ത്രിതല സംവിധാനമാണ് ഇവരും നിർദ്ദേശിച്ചത്. അതുപോലെ തന്നെ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്ക് സമയാസമയങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തണം. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ചുമതല, അതായത് അവരുടെ അധികാരങ്ങളൊക്കെ ഏത് വിഷയങ്ങളിലാണ് അത് കറക്റ്റായിട്ട് പട്ടികപ്പെടുത്തണം. അവർക്ക് വേണ്ട ഫണ്ട്, മതിയായ ഫണ്ട് ഉറപ്പ് നൽകണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഈ പറഞ്ഞ PK തുങ്കൻ കമ്മിറ്റി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാകാലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് നടത്തണം, ഉചിതമായ ചുമതലകളൊക്കെ പട്ടികപ്പെടുത്തണം, അവർക്ക് വേണ്ട ഫണ്ട് ഉറപ്പാക്കണം, അവർക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാൻ ഫണ്ട് വേണമല്ലോ, അതൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഭരണഘടനാ ഭേദഗതി തന്നെ കൊണ്ടുവരണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയായിരുന്നു PK തുങ്കൻ കമ്മിറ്റി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PK തുങ്കൻ കമ്മിറ്റി. ഇതിനെക്കുറിച്ചൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. വർഷം 1989. അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് 5 വർഷത്തെ നിശ്ചിത കാലാവധി ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. 3 തലങ്ങളിലും സീറ്റുകളുടെ സംവരണം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് പറഞ്ഞു. സ്ത്രീകൾക്ക് സംവരണം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതൊക്കെ തുങ്കൻ കമ്മിറ്റിയാണ്. അപ്പോൾ 3 തലങ്ങളിലും സീറ്റുകളുടെ സംവരണം ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലായിരിക്കണം, സ്ത്രീകൾക്ക് സംവരണം വേണം. ഓരോ സംസ്ഥാനത്തും ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണമെന്നൊക്കെ ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ധനകാര്യ കമ്മീഷനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഓരോ സംസ്ഥാനത്തും ഒരു സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കണം എന്നൊക്കെ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി 1989. അത് കഴിഞ്ഞത് പിന്നാണ് 1988 ഗാഡ്ഗിൽ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾ എങ്ങനെ കാര്യക്ഷമമാക്കാം എന്ന് പരിശോധിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമിച്ച, അപ്പോൾ പാർട്ടി INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി നിയമിച്ച കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മീഷൻ എന്ന് പറയുന്നത് 1988. ഇവരുടെ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ ഭരണഘടനാ പദവി നൽകുന്നതിന് വേണ്ടിയുള്ള ബില്ലിൻ്റെ കരട് തയ്യാറാക്കിയത് ഈ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അതും മാത്രം ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അതായത് പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ ഭരണഘടനാ പദവി നൽകുന്നതിന് വേണ്ടി ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബില്ലിൻ്റെ കരട് രൂപം തയ്യാറാക്കിയത് ഈ ഗാഡ്ഗിൽ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കാരണം അവർ ഭരിക്കുമ്പോൾ അവരായിരിക്കും ആ പറയുന്ന കമ്മീഷനെ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഈ കമ്മീഷനെ ഈ ബില്ലിൻ്റെ കരട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈ കമ്മീഷനെ നിയമിച്ചത്. ഓക്കെ, ഇനി കുറച്ച് കമ്മിറ്റികൾ കൂടെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു സന്താനം കമ്മിറ്റി 1963. അപ്പോൾ 1963 ഈ കമ്മിറ്റി പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കമ്മിറ്റി. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ജസ്റ്റ് ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, അത്രേ ഉള്ളൂ. പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ ഇപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, താഴെ തന്ന കമ്മിറ്റികളിൽ പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഇതും പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ച കമ്മിറ്റിയായിരുന്നു സന്താനം കമ്മിറ്റി. അടുത്തപോലെയാണ് ദന്ത്വാല കമ്മിറ്റി. ഓക്കെ, ദന്ത്വാല കമ്മിറ്റി എന്താണ്? ബ്ലോക്ക് തല ആസൂത്രണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ്. ഇതിൻ്റെ വർഷമൊന്നും ആലോചിച്ച് വെക്കണമെന്നില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതായത് ഇതുമായി ബന്ധപ്പെട്ടതാണെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ബ്ലോക്ക് തല ആസൂത്രണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ്. വർഷം ഇമ്പോർട്ടൻ്റ് അല്ല. അതിൻ്റെ പേരാണ് ദന്ത്വാല കമ്മിറ്റി. അടുത്ത് ഹനുമന്തറാവു കമ്മിറ്റി എന്ന് പറയുന്നത് ഇത് ബ്ലോക്ക് തലമാണെങ്കിൽ ഇവിടെ ജില്ലാതലമാണ്. ജില്ലാതല ആസൂത്രണത്തെക്കുറിച്ച് പഠിക്കാൻ പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ച കമ്മിറ്റിയാണ് ഹനുമന്തറാവു കമ്മിറ്റി. അടുത്ത് സാദിഖ് അലി കമ്മീഷനാണ്. ആദ്യമായിട്ട് രാജസ്ഥാനിൽ നാഗൂർ ജില്ലയിലാണ് വന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ രാജസ്ഥാനിൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിലുണ്ടായ പരാജയങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനായിരുന്നു സാദിഖ് അലി കമ്മീഷൻ. അപ്പോൾ ഈ കമ്മീഷനൊക്കെ റിലേറ്റഡ് ടു പഞ്ചായത്തി രാജ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഓക്കെ, അടുത്ത ആലോചിച്ച് വെക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ SCERTയിൽ തന്നെ +1 NCERT അഥവാ SCERTയിൽ കൊടുത്തൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 243G എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ആലോചിച്ച് വയ്ക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് 73ാമത്തെ ഭരണഘടനാ പ്രകാരം പറയുന്ന പാർട്ട് 9 കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ പാർട്ട് 9 വരുന്ന ഒരു ആർട്ടിക്കിളാണ് 243G എന്ന് പറയുന്നത്, ക്യാപിറ്റൽ G എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്നതിലാണ് ഈ
243Gയിലാണ് പട്ടിക 11 നൽകുന്നത്. ഓക്കെ, 11 എന്ന് പറയുന്ന പട്ടിക നൽകിയിട്ടുള്ളത്. ഈ 11ാം പട്ടികയിൽ 29 വിഷയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഈ 29 വിഷയങ്ങളും എന്താണ്? ഈ പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട 29 വിഷയങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ നിയമം ഉണ്ടാക്കാൻ അധികാരം എന്ന് പറയുന്നത് ആർക്കാണ്? സംസ്ഥാന നിയമസഭയ്ക്കാണ് എന്നാണ് പറയുന്നത്, സംസ്ഥാന നിയമസഭയ്ക്ക്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ 243G എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലാണ് എന്ത് വരുന്നത്? ഈ പട്ടിക 11. അപ്പോൾ പട്ടിക 11 നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ പട്ടിക 11 ഏത് ആർട്ടിക്കിളിൻ്റെ കീഴിൽ വരുന്നു എന്ന് വെച്ചാൽ 243Gൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ എന്താണ് അതിൽ പറയുന്നത്? പഞ്ചായത്തുകളുടെ അധികാരങ്ങളും പദവിയും ഉത്തരവാദിത്തങ്ങളും 11ാം പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ ആധാരമാക്കിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസഭയ്ക്ക് നിയമനിർമ്മാണത്തിലൂടെ പഞ്ചായത്തുകൾക്ക് ആവശ്യമായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും നൽകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 73ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നു കഴിഞ്ഞാലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ രീതിയിലല്ല എന്തുണ്ടായിരുന്നത്? ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതൊക്കെ അതൊക്കെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് തീരുമാനിക്കാം, സംസ്ഥാന നിയമസഭയ്ക്ക് നിയമം വഴി നിർദ്ദേശിക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ രീതിയിലാണ് ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതെന്താണ്? സംസ്ഥാന നിയമസഭയാണ് നിയമനിർമ്മാണത്തിലൂടെ ഈ പറയുന്ന പഞ്ചായത്തുകൾക്ക് ആവശ്യമായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ നൽകേണ്ടത് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് പ്രകാരമാണ് എന്ത് ചെയ്തത്? കേരളത്തിൽ സെപ്പറേറ്റ് 1994 കേരളത്തിന് വേണ്ടി ഒരു പഞ്ചായത്തി രാജ് ആക്ട് ഒക്കെ കൊണ്ടുവരുന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ രീതിയിലാണ്. അതിന് ഉദാഹരണമാണ് കേരളത്തിന് സ്വന്തമായിട്ടൊരു പഞ്ചായത്തി രാജ് നിയമമൊക്കെ ഉള്ളത്. അതുപോലെ ഓരോ സംസ്ഥാനങ്ങൾക്കും അങ്ങനെയുണ്ട്. അപ്പോൾ ഈ ആർട്ടിക്കിൾ ഒന്ന് ആലോചിച്ച് വെക്കുക. ഈ ആർട്ടിക്കിളിൻ്റെ കീഴിലാണ് പട്ടിക 11 വരുന്നത്. ഇതിൽ പറയുന്നത് സംസ്ഥാന നിയമസഭയാണ് നിയമനിർമ്മാണത്തിലൂടെ പഞ്ചായത്തുകൾക്ക് ആവശ്യമായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ നൽകുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു പട്ടിക 11. പട്ടിക 11 കുറച്ച് വിഷയങ്ങൾ പറയുന്നുണ്ട്. അതും ഞാൻ SCERT എടുത്തതാണ്. ഓക്കെ, അപ്പോൾ 29 വിഷയങ്ങളാണ് മൊത്തം ഉള്ളത്. ജസ്റ്റ് ഒരു രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളൂ, കംപ്ലീറ്റ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണ് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ 73ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ സാധനം തന്നെയാണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റി എന്ന് നമ്മൾ പറഞ്ഞതാണ്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ആർട്ടിക്കിൾ 243ZD എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, ജസ്റ്റ് ഞാൻ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ എന്താണ്? ജില്ലയിലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തയ്യാറാക്കുന്ന പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിനും ജില്ലയ്ക്ക് മുഴുവനായിട്ടുള്ള വികസന പദ്ധതിയുടെ ഒരു കരട് തയ്യാറാക്കുന്നതിനുമായി ജില്ലാ ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കേണ്ടതാണെന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, നമ്മൾ ഭരണഘടനാ ഭേദഗതിയുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഓക്കെ, എന്താണ്? ജില്ലയിലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും തയ്യാറാക്കുന്ന പദ്ധതികൾ ഏകോപിപ്പിക്കുന്നതിനും ജില്ലയ്ക്ക് മുഴുവനായിട്ടുള്ള വികസന പദ്ധതിയുടെ ഒരു കരട് തയ്യാറാക്കുന്നതിനുമാണ് ജില്ലാ ആസൂത്രണ കമ്മിറ്റി എല്ലാ ജില്ലകളിലും രൂപീകരിക്കണം എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രാദേശിക പദ്ധതികളുടെ രൂപീകരണം. അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രാദേശിക പദ്ധതികൾക്ക് രൂപീകരണം, ആ പദ്ധതികളൊക്കെ രൂപീകരിക്കുക. അതേപോലെ പഞ്ചായത്തുകളുടെയും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റികളുടെയൊക്കെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുക. ഓരോ കൊല്ലത്തെ പദ്ധതിക്ക് അംഗീകാരം നൽകുന്നതൊക്കെ ജില്ലാ ആസൂത്രണ കമ്മിറ്റിയാണ്. ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക, പദ്ധതി നടത്തിപ്പിൽ മേൽനോട്ടം വഹിക്കുക. ഇതൊക്കെയാണ് ജില്ലാ ആസൂത്രണ സമിതി നിർവഹിക്കേണ്ടത്. ഇതിൽ തലവനാരാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പം നമ്മുടെ ഓരോ സംസ്ഥാനത്തും വ്യത്യാസം ഉണ്ടാകും. നമ്മുടെ കേരളത്തിൽ ഇത് ഈ ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ തലവൻ ആരാന്ന് വെച്ചാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. മൊത്തം അംഗങ്ങൾ നമ്മുടെ കേരളത്തിൽ 15 ആണ്. 15 അംഗങ്ങളിൽ 12 പേരും ജില്ലാ പഞ്ചായത്തുകളിൽ നിന്നും നഗരതലങ്ങളിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ജനസംഖ്യാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരാൾ സർക്കാർ നാമനിർദ്ദേശം ചെയ്ത വിദഗ്ധനായിരിക്കണം. അതുപോലെ തന്നെ എല്ലാ MP-മാരും, അതായത് കേരളത്തിൽ നിന്നുള്ള എല്ലാ MP-മാരും കേരളത്തിൽ നിന്നുള്ള എല്ലാ MLA-മാരും കേരളത്തിലെ എല്ലാ MLA-മാരും ഒക്കെ ജില്ലാ ആസൂത്രണ സമിതിയിലെ സ്ഥിരം ക്ഷണിതാക്കളായിരിക്കും. ഇപ്പോൾ മലപ്പുറം ജില്ലയാണെങ്കിൽ മലപ്പുറം ജില്ലയിലെ എല്ലാ MP-മാരും MLA-മാരും ജില്ലാ ആസൂത്രണ സമിതിയിലെ സ്ഥിരം ക്ഷണിതാക്കളായിരിക്കും. അതേപോലെ തന്നെ ഓരോ ജില്ലകളിലെയും കാര്യം എടുക്കുകയാണെങ്കിൽ ഓരോ ജില്ലയിലെയും MP-മാരും MLA-മാരും അതാത് ജില്ലാ ആസൂത്രണ സമിതിയിലെ സ്ഥിരം ക്ഷണിതാക്കളായിരിക്കും. അംഗങ്ങളല്ല, സ്ഥിരം ക്ഷണിതാക്കളായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളോടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ തലവനാരാണ്? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. മെമ്പർ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ ജില്ലാ കളക്ടറാണ്. വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി തരാം. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കമ്മിറ്റിയാണ്, നിങ്ങൾ ആലോചിക്കേണ്ട കമ്മിറ്റിയാണ് SB Sen കമ്മിറ്റി എന്ന് പറയുന്ന 1996 നിലവിൽ വന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് SB Sen കമ്മിറ്റി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ
അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട അല്ലെങ്കിൽ നിയമിക്കപ്പെട്ട കമ്മിറ്റി ആയിരുന്നു 1996 എസ് ബി സെൻ കമ്മിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. 1994 നമ്മുടെ കേരള പഞ്ചായത്തി രാജ് ആക്ട് വരുന്നത്. പിന്നീട് പല സമയങ്ങളിലും അത് ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 1999 എന്ത് ചെയ്തിട്ടുണ്ട്? കേരള പഞ്ചായത്ത് രാജ് നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആ ഭേദഗതിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ചെയ്ത കമ്മിറ്റിയായിരുന്നു ഈ രീതിയിലുള്ള ഈ പറയുന്ന എസ് ബി സെൻ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എസ് ബി സെൻ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് 1999 കേരള പഞ്ചായത്ത് രാജ് നിയമം ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സർക്കാരിന്, അതായത് 1999 ഭേദഗതി ചെയ്ത ആ ഭേദഗതിയുടെ പ്രത്യേകത പറയുന്നത് സർക്കാരിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേലുണ്ടായിരുന്ന ഒട്ടുമിക്ക നിയന്ത്രണങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അവയെ സ്വയംഭരണ സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിന് 1999 ഭേദഗതി ഇടവരുത്തിയിട്ടുണ്ട്. അപ്പോൾ 99 ഭേദഗതിയിലാണ് ഈ പറയുന്ന സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഒട്ടുമിക്ക നിയന്ത്രണമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിക്കൊക്കെ ഒരു സ്വയംഭരണ സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിന് ഇടവരുത്തിയ പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയായിരുന്നു 1999 ഭേദഗതി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നിർദ്ദേശം കൊടുത്ത അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിച്ച കമ്മിറ്റിയായിരുന്നു എസ് ബി സെൻ കമ്മിറ്റി. അപ്പോൾ പേരൊന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു 73ാമത്തെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നതെന്നാണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഏപ്രിൽ 24, 1993. അപ്പോൾ ഇത് പാസ്സാക്കുന്നത് ഇതിൻ്റെ പേരെങ്ങനെ അറിയപ്പെടുന്നത്? 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1992 അല്ലേ? 73ാമത്തെ ഭരണഘടനാ ഭേദഗതി നിയമം 1992 എന്നാണ് അറിയപ്പെടുന്നത്. ഇത് നിലവിൽ വരുന്നത് 93 ഏപ്രിൽ 24 അതുകൊണ്ടാണ് ഏപ്രിൽ 24 എന്തായിട്ട് അറിയപ്പെടുന്നത്? ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് ദിനമായിട്ട് അറിയപ്പെടുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ്? കേരളത്തിൽ പഞ്ചായത്തി രാജ് ആക്ട് പാസ്സാക്കുന്നത് 1994 ഏപ്രിൽ 23 അല്ലേ? ഈ 3ഉം 4ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ മതി, അപ്പോൾ കറക്റ്റായി. ഏപ്രിൽ 23, 1994. പക്ഷേ കേരളത്തിലെ പഞ്ചായത്തി രാജ് ദിനം എന്നറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ബൽവന്ത് റായ് മെഹ്തയുടെ ജന്മദിനമായ ഫെബ്രുവരി 19. കേരളത്തിൽ പഞ്ചായത്തി രാജ് ദിനം ഫെബ്രുവരി 19. ഓക്കെ, ഇത് മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ 1994 കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം ഗ്രാമസഭയുടെ യോഗം ചേരേണ്ടത് കുറഞ്ഞ പക്ഷം 3 മാസത്തിൽ ഒരിക്കലും. അപ്പോൾ ഓരോ 3 മാസം കൂടുമ്പോഴും കുറഞ്ഞ പക്ഷം 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഗ്രാമസഭ കൂടണമെന്നാണ് നമ്മുടെ കേരള പഞ്ചായത്ത് രാജ് നിയമപ്രകാരം പറയുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേക, ഞാൻ പറഞ്ഞു ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ? ഇങ്ങനെയാണ്. അപ്പോൾ അതൊന്ന് ആലോചിച്ച് വയ്ക്കുക കേട്ടോ. അതുപോലെ തന്നെ ഗ്രാമസഭയുടെ കോറം എന്ന് പറയുന്നത് ജനറലായിട്ട് ഇന്ത്യയിൽ മൊത്തം എങ്ങനെയാണ്? 1/10. ടോട്ടൽ അംഗസംഖ്യയുടെ 1/10 ആണ് ഈ കോറം. അപ്പോൾ ആ കോറം എന്ന് പറയുന്നത് മിനിമം ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഗ്രാമസഭയുടെ മീറ്റിംഗ് കൂടാൻ പാടൂ എന്നാണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ അംഗങ്ങളുടെ 1/10 ആണ് കോറം എന്ന് പറയുന്നത്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. കോറം തികയാത്ത സമയത്താണെങ്കിൽ ഗ്രാമസഭകൾ അന്ന് കൂടാൻ പാടില്ല, രണ്ടാമത് വീണ്ടും നടത്തണം എന്നാണ് പറയുക. ഓക്കെ, അങ്ങനെ രണ്ടാമത് വീണ്ടും കൂടണമെങ്കിൽ 50 പേരെങ്കിലും വരണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് കോറം ഇല്ലാത്തതുകൊണ്ട് ഒരു ഗ്രാമസഭയുടെ മീറ്റിംഗ് നടന്നില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമതായിട്ട് അതേ മീറ്റിംഗ് കൂടണമെങ്കിൽ മിനിമം 50 ആളെങ്കിലും വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഗ്രാമസഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഞാൻ കഴിഞ്ഞ 73ാമത്തെ ഭേദഗതി ക്ലാസ്സിൽ ഗ്രാമസഭയെക്കുറിച്ച് പറഞ്ഞതാണ്. ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളോട് പറയും. നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്, പക്ഷേ ഞാൻ ഒന്നുകൂടെ പറയാം. പിന്നെ ആലോചിച്ച് വെക്കേണ്ടത് ഗ്രാമസഭ എന്ന് പറയുന്നത് എന്താണ്? പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം എന്നറിയപ്പെടും. പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഗ്രാമസഭയാണ്. ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് എവിടെ പറയാം? ഗ്രാമസഭയിലാണെന്ന് പറയാം. അതുപോലെ തന്നെ വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ്. അത് വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദിയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രാമസഭ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കോറം നമ്മൾ പറഞ്ഞു ആകെ അംഗങ്ങളുടെ 10-1 നമ്മൾ പറഞ്ഞു. കോറം തികയാതെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ മിനിമം ഒരു 50 ആളുകളെങ്കിലും പിന്നീട് കൂടണം, എന്നാലേ അത് നടത്താൻ പാടും. പിന്നെ അതുപോലെ തന്നെ ആലോചിച്ച് വെക്കേണ്ടതാണ് ഇത് വിളിച്ചു ചേർക്കുന്നത് ആരാണെന്ന്. അതായത് ഗ്രാമസഭയുടെ മീറ്റിംഗ് വിളിച്ച് കൂട്ടുന്നത് ആരാന്ന് വെച്ചാൽ അത് വാർഡ് മെമ്പറാണ് അല്ലേ? ഓരോ വാർഡിലൊരു മെമ്പർ ഉണ്ടാവും. ആ വാർഡ് മെമ്പറാണ് ആ വാർഡിലെ ഇതിൻ്റെ ഗ്രാമസഭയുടെ ഇത് വിളിച്ചു ചേർക്കുന്നത്. അതിന് അധ്യക്ഷത വഹിക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. അപ്പോൾ അതും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ഗ്രാമസഭയുടെ യോഗം വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറും അത് അധ്യക്ഷത വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ്. കാരണം പഞ്ചായത്ത് പ്രസിഡന്റാണ് വലിയ ആൾ. അപ്പോൾ അധ്യക്ഷത വഹിക്കുന്ന ആരായിരിക്കും? പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% റിസർവ്. അപ്പോൾ നമ്മൾ 73ാമത്തെ ഭേദഗതി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു?
സ്ത്രീകൾക്ക് 1/3 റിസർവേഷൻ, അതായത് 33% റിസർവേഷൻ വേണമെന്നായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കേരളത്തിൻ്റെ നിയമപ്രകാരം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് 50% റിസർവേഷൻ ഉള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, ജനറലി ചോദിക്കുകയാണെങ്കിൽ 33% 1/3 ആണ്. പക്ഷേ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, സ്ത്രീകൾക്ക് 50% റിസർവേഷനാണ്. ഇത് വരുന്നത് 2009 50% റിസർവേഷൻ എന്നാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി 50% വനിതാ സംവരണം നൽകിയ സംസ്ഥാനം, വനിതകൾക്ക് ആദ്യമായിട്ട് 50% സംവരണം നൽകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ബീഹാറിലാണ്. കേരളത്തിൽ നൽകുന്നത് 2009. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത് നിങ്ങൾ അറിയേണ്ടത് പെസ ആക്ട് എന്നാണ്. SCRTയിൽ കൊടുത്തൊരു പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പെസ ആക്ടിന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് ആക്ട് എക്സ്റ്റൻഷൻ ടു ദി ഷെഡ്യൂൾഡ് ഏരിയ. അപ്പോൾ നമുക്കറിയാം പഞ്ചായത്ത് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് നമുക്കുണ്ട് അല്ലേ. അത് 1993 ഏപ്രിൽ 24 നിലവിൽ വന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ ആക്ട് പക്ഷേ എന്തിലേക്ക് ബാധകമായിരുന്നില്ല? ഷെഡ്യൂൾഡ് ഏരിയകളിലേക്ക് ബാധകമായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? 96 ഒരു നിയമം കൊണ്ടുവന്നു. അതായത് ഈ പറയുന്ന 73ാമത്തെ ഭേദഗതി, അതായത് ഭാഗം 9 അല്ലേ, ഭാഗം 9 അല്ലേ കൂട്ടിച്ചേർത്തത് 73ാമത്തെ ഭേദഗതി. അപ്പോൾ ആ ഭാഗം 9 എന്ന് പറയുന്നത് ഈ പറയുന്ന ആദിവാസി മേഖലകളിലേക്കും കൂടെ ബാധകമാക്കുന്നതാണ് എന്ത്? ഈ പറയുന്ന പെസ ആക്ട് അഥവാ പഞ്ചായത്ത് ആക്ട് എക്സ്റ്റൻഷൻ ടു ദി ഷെഡ്യൂൾഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസി മേഖലകളിലേക്ക് പഞ്ചായത്ത് ആക്ട് നീളുന്നതാണ് ഈ പറയുന്ന പെസ ആക്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുള്ള ആദിവാസി മേഖലകളിൽ 73ാം ഭേദഗതി നടപടിക്രമങ്ങൾ ബാധകമാക്കിയിരുന്നില്ല. 1996 ഒരു പ്രത്യേക നിയമം പാസാക്കി പഞ്ചായത്തി രാജ് വ്യവസ്ഥകൾ ഈ മേഖലയിൽ കൂടി വ്യാപിപ്പിച്ചു. അതാണ് പെസ ആക്ട്. അത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ പല ആദിവാസി സമൂഹങ്ങളും അവരുടേതായ പരമ്പരാഗത ആചാരപ്രകാരം പൊതുവിഭവങ്ങളുടെ വിഭവങ്ങളായ വനം, ചെറു ജലസംഭരണികൾ എന്നിവയെ കൈകാര്യം ചെയ്തിരുന്നു. ഈ പുതിയ നിയമം വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അവരുടെ അവകാശത്തെ അംഗീകരിക്കുന്നു. അപ്പോൾ ഈ ആക്ടിലൂടെ അവർക്ക് കൂടുതൽ അധികാരങ്ങൾ അവർക്ക് നൽകുകയാണ് അല്ലേ. അപ്പോൾ അത്തരം ആദിവാസികൾ അവരുടേതായ മേഖലകളിൽ ജീവിക്കുന്നവരാണ്, അവരുടേതായ ലൈഫ് സ്റ്റൈൽ, അവരുടേതായ ആചാരങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവർക്കൊരു സ്വയംഭരണം എന്ന് പറയുന്ന സംഭവം നൽകുന്നതാണ് ഈ പെസ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ജസ്റ്റ് പറയുന്ന പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കുക. ഇതുമായി ബന്ധപ്പെട്ടൊരു കമ്മിറ്റിയാണ് ബുരിയ കമ്മിറ്റി. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ബുരിയ കമ്മിറ്റി എന്ന് പറയുന്നത് ആദിവാസി മേഖലകളിലും അതേപോലെ ഷെഡ്യൂൾഡ് പ്രദേശങ്ങളിലും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് സമാനമായ ഘടനകൾ എങ്ങനെ രൂപപ്പെടാമെന്നും അവയുടെ അധികാരങ്ങൾ എങ്ങനെ നിർവചിക്കാമെന്നതിനെയും കുറിച്ച് പഠിച്ചൊരു കമ്മിറ്റിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ആദിവാസി മേഖലകളും ഷെഡ്യൂൾ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ബുരിയ കമ്മിറ്റി. എങ്ങനെയാണ് പഞ്ചായത്ത് രാജ് നിയമങ്ങൾ അങ്ങോട്ട് ബാധകമാക്കുന്നത് എന്നൊക്കെ നിർവചിക്കാൻ വേണ്ടിയുള്ള ഒരു പഠിച്ച കമ്മിറ്റിയായിരുന്നു ബുരിയ കമ്മിറ്റി. പേരൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഞ്ചായത്ത് രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ MN റോയ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആയിരുന്നു ഇത്. പഞ്ചായത്തി രാജ് സംവിധാനത്തെ സ്കൂൾ ഓഫ് ഡെമോക്രസി എന്ന് വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? MN റോയ് ആണ്. MN റോയിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ജനകീയ ആസൂത്രണം, പീപ്പിൾസ് പ്ലാൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തൊരു പോയിന്റ് നോക്കിയേ, നഗരപ്രദേശങ്ങളെ ദേശീയ സെൻസസ് പ്രകാരം നിർവചിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മളെ SCRTയിൽ ഒരു പോയിന്റാണ്. അപ്പോൾ നഗരപ്രദേശം നമ്മൾ 74ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നഗരപാലിക നിയമം എന്ന് പറയുന്നത്. അതിലാണ് മുനിസിപ്പാലിറ്റി നഗരപ്രദേശങ്ങളെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സെൻസസ് പ്രകാരം, ദേശീയ സെൻസസ് പ്രകാരം എങ്ങനെയാണ്? ഇപ്പോൾ 2011 സെൻസസ് ആണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അല്ലേ. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 31% ജനങ്ങൾ നഗരവാസികളാണ്. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക, കാരണം അത് വേണമെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. ഇപ്പോൾ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 31% ജനങ്ങൾ നഗരവാസികളാണ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് ഇത് നഗരവാസികളായിട്ട് ഇവരെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ ഏതൊക്കെ കാറ്റഗറി സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാരാണ് നഗരവാസികൾ എന്നാണ് മുകളിൽ പറയുന്നത്. എങ്ങനെയാണ്? ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ, അതായത് ഒരു സ്ഥലം നഗരമാണെങ്കിൽ ആ സ്ഥലം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ അവിടെ 5000 ഉണ്ടാവണം. അതുപോലെ തന്നെ ജനസംഖ്യയിൽ കുറഞ്ഞത് 75% പുരുഷന്മാർ കാർഷികേതര മേഖലകളിൽ തൊഴിലെടുക്കുന്നവരായിരിക്കണം. അതായത് കൃഷിയുമായി ബന്ധപ്പെട്ടതിലായിരിക്കണം 75%. ആ സ്ഥലത്തെ 75%ത്തിൽ കുറഞ്ഞത് 75%എങ്കിലും പുരുഷന്മാർ, എടുത്തു പറയുന്നുണ്ട്, പുരുഷന്മാർ കാർഷിക മേഖലയിൽ കാർഷികേതര മേഖലകളിൽ തൊഴിലെടുക്കുന്നവരായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ കുറഞ്ഞത് 75% പുരുഷന്മാരെങ്കിലും കൃഷിയുമായി ബന്ധപ്പെടാത്ത മേഖലകളിൽ തൊഴിലെടുക്കുന്നവരായിരിക്കണം എന്നാണ് പറയുന്നത് അല്ലേ.
അപ്പോൾ കൂടുതലും നമുക്കറിയാം ഗ്രാമീണ മേഖലയിൽ കൂടുതൽ ആൾക്കാരും കൃഷിയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെടാത്ത മേഖലകളിൽ 75% പുരുഷന്മാർ വരുമ്പോൾ അതെന്തായിരിക്കും, അതൊരു കാർഷിക മേഖല മീൻസ് ഒരു ഗ്രാമപ്രദേശം അല്ലാതെ ഒരു നഗരപ്രദേശത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർഷികേതര മേഖലകളിൽ തൊഴിലെടുക്കുന്നവരായിരിക്കണം. അതുപോലെ തന്നെ ജനസാന്ദ്രത ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് കുറഞ്ഞത് 400 പേരെങ്കിലും, അതായത് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ കുറഞ്ഞത് 400 പേരെങ്കിലും ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതാണ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഫുൾ കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, ഫുൾ കാണാതെ പഠിക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ രീതിയിൽ 5000 കുറഞ്ഞത് ജനസംഖ്യ 5000, 75% പുരുഷന്മാരെങ്കിലും കാർഷികമല്ലാത്ത മേഖലകളിൽ, അതുപോലെ തന്നെ ജനസാന്ദ്രത 400. ആ രീതിയിൽ കീവേഡ്സ് മാത്രം ഒന്ന് ആലോചിച്ച് വയ്ക്കുക. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. 2014 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏകദേശം 31% ജനങ്ങൾ നഗരവാസികളാണ്. പിന്നെ 74-ാം ഭേദഗതി നഗരപ്രദേശങ്ങൾക്ക് ബാധകമാണെന്നതൊഴിച്ച് ബാക്കിയെല്ലാം 73 ഭേദഗതി ആവർത്തനം മാത്രമാണ്. അപ്പോൾ 74-ാം ഭേദഗതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 73-ന്റെ ആവർത്തനം തന്നെയാണ്. ആകെയുള്ള വ്യത്യാസം 73 റിലേറ്റഡ് ടു പഞ്ചായത്താണെങ്കിൽ 74 എന്താണ്, നഗരപ്രദേശങ്ങൾക്കാണ് ബാധകം. ബാക്കിയൊക്കെ എന്താണ്, സെയിം തന്നെയാണ്. ഓക്കെ. അതുപോലെ തന്നെ ഈ നമ്മൾ പഠിച്ചു 73-ഉം 74-ഉമാണ് എന്ത്, പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട ഭേദഗതികൾ. അതിനു മുന്നേ രാജീവ് ഗാന്ധി ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രീതിയിൽ ഒരു ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളെ ഭരണഘടനാവൽക്കരിക്കുന്നതിനായി രാജീവ് ഗാന്ധി സർക്കാർ 1989 ജൂലൈയിൽ 64-ാമത് ഭരണഘടനാ ഭേദഗതി ബില്ല്, അല്ലേ, ബില്ലിൻ്റെ പേരാണ് 64-ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോകസഭ അത് പാസ്സാക്കിയെങ്കിലും അന്നത് രാജ്യസഭ ബില്ല് അംഗീകരിച്ചിട്ടുണ്ടായില്ല. അതുകൊണ്ട് അത് നിയമമായിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ഇത് വരുന്നത്, 73, 74 ഒക്കെ വരുന്നത്. ഓക്കെ. അപ്പോൾ 64 അന്നത്തെ ഭരണഘടനാ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം നോക്കിക്കേ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുകയാണെന്നാണ് പറയുന്നത്. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കണേ. SC/ST വിഭാഗങ്ങൾക്ക് സംവരണം നിർദ്ദേശിച്ചു എന്നാണ് പറഞ്ഞത്. SC/ST വിഭാഗങ്ങൾക്ക് സംവരണം നിർദ്ദേശിച്ചു. നമ്മൾ പഠിച്ചു ഏത് കമ്മിറ്റിയാണ് SC/ST വിഭാഗങ്ങൾക്ക് സംവരണം നിർദ്ദേശിച്ചത്, ഓർമ്മയുണ്ടോ? SC/ST വിഭാഗങ്ങൾക്ക് സംവരണം നൽകാം. അപ്പോൾ ഏതാണത്? SC/ST വിഭാഗങ്ങൾക്ക് സംവരണം നിർദ്ദേശിച്ച കമ്മിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതേതായിരുന്നു? അശോക് മേത്ത കമ്മിറ്റിയാണല്ലേ. 1977 അശോക് മെഹ്ത്ത കമ്മിറ്റിയാണ് ഇങ്ങനൊരു സംഭവം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മനസ്സിലായി. ശരിയായ ഉത്തരമാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്ത നോക്കിയാൽ രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് ഉപയോഗിച്ച് പ്രാദേശിക ഭരണത്തിന് ത്രിതല സംവിധാനം സ്ഥാപിച്ചു. ത്രിതല സംവിധാനം സ്ഥാപിച്ചു എന്ന് പറയാൻ പറ്റില്ല, നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് ഉപയോഗിച്ചിട്ടൊന്നും ആയിരുന്നില്ല അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പക്ഷെ ഒരു ക്ലാരിറ്റി കുറവുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അവിടെ നിർത്താം. സംവിധാനം ഇവിടെ ത്രിതല സംവിധാനം എന്നാട്ടോ. അതിൻ്റെ മുന്നേ ത്രിതല സംവിധാനം ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് അതേപോലെ തന്നെയാണ്. നമുക്ക് സംശയമൊന്നുമില്ല, അത് കറക്റ്റാണ്. ഓപ്ഷൻ നമുക്ക് ഉറപ്പാണ്. പ്രാദേശിക തലത്തിൽ നീതി നടപ്പാക്കുന്ന ന്യായ പഞ്ചായത്ത് പറഞ്ഞത് ആരായിരുന്നു? LM സിംഗ്വി കമ്മിറ്റിയാണ് അല്ലേ. LM സിംഗ്വി കമ്മിറ്റിയാണ് എന്ത് പറഞ്ഞത്? 1986 LM സിംഗ്വി കമ്മിറ്റിയാണ് ഈ പറയുന്ന ന്യായ പഞ്ചായത്തുകളൊക്കെ നടപ്പാക്കണമെന്ന് പറഞ്ഞ കമ്മിറ്റി. അപ്പോൾ ഇതും എന്തായാലും വരത്തില്ല, എയും എന്തായാലും വരത്തില്ല എന്നറിയാം. പിന്നെ ബിയും നമുക്ക് വേണമെങ്കിൽ ഒരു സംശയം വേണമെങ്കിൽ തോന്നാം, പക്ഷേ സി നമുക്ക് ഉറപ്പാണ്. വേറെ ഒരു സംശയത്തിന് ആവശ്യമില്ല. ത്രിതല സംവിധാനം ഇതേ രീതിയിലാണ് അയാൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഉത്തരം ഏത് കൊടുക്കാം? സി എന്ന് കൊടുക്കാം. അപ്പോൾ ഇതെന്താണ്? രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് ഉപയോഗിച്ചല്ല ഇത്തരത്തിൽ പ്രാദേശിക ഭരണ ത്രിതല സംവിധാനം സ്ഥാപിച്ചു എന്ന് പറയാൻ പറ്റില്ല, നിർദ്ദേശം മാത്രമാണ്. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊരു സുഖമില്ല വായിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഉത്തരം ഉറപ്പ് എന്ത് കൊടുക്കാം? സി ആണെന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒന്നിൻ്റെ ഉത്തരം എന്താണ്? സി ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത നോക്കിയേ. പഞ്ചായത്ത് രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 വ്യക്തിത്വങ്ങളെ തിരിച്ചറിയാനാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് നോക്കി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ നമ്മൾ ഏതൊക്കെ കമ്മിറ്റികൾ പഠിച്ചിട്ടുണ്ട് നമുക്കറിയാം. BP മണ്ഡൽ, കക്ക കലേൽക്കർ നമ്മൾ കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. BP മണ്ഡലും കക്ക കലേൽക്കറും അത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതല്ല നമുക്കറിയാം. ഇത് വരത്തില്ല. ഫസൽ അലി, സർദാർ കെ മണിക്കർ ഇതുമായിട്ട് വരത്തില്ല നിങ്ങൾക്കറിയാം. RS സർക്കാരിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. B ശിവരാമനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതും ഇത് വരത്തില്ല. അപ്പോൾ നമ്മൾ ഉത്തരം ഏതാണ്? അശോക് മേത്തയും ബൽവന്ത് റായ് മേത്തയുമാണ് പഞ്ചായത്ത് രാജ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2ൻ്റെ ഉത്തരം ഡി ആണ്. ഇനി ഇതെന്തൊക്കെയായാലും നമ്മൾ അറിയണമല്ലോ. BP മണ്ഡൽ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? മണ്ഡൽ കമ്മീഷനൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞതാണ്. എവിടെയാണ് നമ്മൾ പഠിച്ചത്? അത് നമ്മൾ പിന്നാക്ക വിഭാഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. BP മണ്ഡലും കക്ക കലേൽക്കറും. എന്താണ് കക്ക കലേൽക്കർ? ഇന്ത്യയിലെ ആദ്യത്തെ
സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ കമ്മീഷനാണെന്ന് അറിയപ്പെടുന്ന ഏതാണ്? കക്ക കലേൽക്കറാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ആരായിരുന്നു? കക്ക കലേൽക്കർ കമ്മീഷനായിരുന്നു. ഇന്ത്യയിലെ രണ്ടാമത്തെ പിന്നാക്ക വിഭാഗ കമ്മീഷനായിരുന്നു മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മണ്ഡലും കക്ക കലേൽക്കറും രണ്ടും എന്തായിട്ടാണ്? പിന്നാക്ക വിഭാഗവുമായി ബന്ധപ്പെട്ട് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്മീഷൻസാണ് മണ്ഡൽ കമ്മീഷനും കക്ക കലേൽക്കർ എന്ന് പറയുന്നത്. കക്ക കലേൽക്കർ കമ്മീഷൻ എന്ന് പറയുന്നത് 1953 വരുന്നത് അല്ലേ. ഫസ്റ്റ് ബാക്ക്വേർഡ് കമ്മീഷൻ എന്നറിയപ്പെടുന്ന 1953 കക്ക കലേൽക്കർ വരുന്നത്. മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത് എപ്പോഴാണ് വരുന്നത്? 1979 മണ്ഡൽ കമ്മീഷൻ വരുന്നത്. അപ്പോൾ വർഷം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണ്ഡൽ കമ്മീഷനും കക്ക കലേൽക്കർ കമ്മീഷനും 1979 മണ്ഡൽ കമ്മീഷൻ വരുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം ഫസൽ അലി കമ്മീഷൻ എന്താ നിങ്ങൾക്ക് കേട്ടോ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ആയിരുന്നു. ഏത്? ഫസൽ അലി കമ്മീഷൻ. അതിൻ്റെ ചെയർമാൻ ആയിരുന്നു ഫസൽ അലി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്നാ വരുന്നത്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ വരുന്നത്. അതിലംഗങ്ങളായിരുന്നു ഫസൽ അലി, അതേപോലെ സർദാർ KM പണിക്കർ, പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു HN കുൻസ്രു അല്ലേ. HN കുൻസ്രു, KM പണിക്കർ, ഫസൽ അലി, ഇവർ മൂന്നാളും കൂടിയതായിരുന്നു എന്ത് പറയുന്നു? ഫസൽ അലി കമ്മീഷൻ അഥവാ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953. ഇനി സർക്കാരിയ കമ്മീഷൻ നമ്മൾ പഠിച്ചു. എവിടെയാണ്? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷനുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട കമ്മീഷനായിരുന്നു സർക്കാരിയ കമ്മീഷൻ എന്ന് പറയുന്നത്. സർക്കാരിയ കമ്മീഷൻ്റെ വർഷം 1983 സർക്കാരിയ കമ്മീഷൻ്റെ വർഷം എന്ന് പറയുന്നത്. ബി ശിവരാമൻ കമ്മീഷൻ എന്താണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നബാർഡ് രൂപീകരിക്കാൻ കാരണമായ കമ്മീഷൻ. അപ്പോൾ അത്തരത്തിൽ നബാർഡ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അഗ്രികൾച്ചറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ, റൂറൽ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു. അപ്പോൾ ശിവരാമൻ കമ്മീഷനാണ് നബാർഡ് രൂപീകരിക്കണമെന്നൊക്കെ നിർദ്ദേശം കൊടുത്തത്. അപ്പോൾ നബാർഡിൻ്റെ രൂപീകരണത്തിന് കാരണമായ കമ്മീഷനായിട്ട് നിങ്ങൾ ഏത് പഠിച്ചിട്ടുണ്ടാവും? ശിവരാമൻ കമ്മീഷൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ശിവരാമൻ കമ്മീഷൻ. അപ്പോൾ 1979 ശിവരാമൻ കമ്മീഷൻ വന്നിട്ടുണ്ടായിരുന്നത്. നബാർഡ് രൂപീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. നബാർഡ് എന്നാണ് രൂപീകരിക്കുന്നത്? 1982 നബാർഡ് നിലവിൽ വരുന്നത്. ഓക്കെ, നബാർഡ് എന്ന് പറയുന്ന ബാങ്ക് നിലവിൽ വരുന്നത് 1982. ഓക്കെ, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അശോക് മേത്ത പറഞ്ഞു, ബൽവന്ത് റായ്. അപ്പോൾ അശോക് മേത്തൻ്റെ വർഷം ഞാൻ വീണ്ടും പറയുകയാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അശോക് മേത്ത കമ്മീഷൻ്റെ വർഷം വീണ്ടും പറയുന്നത്. 1977 അശോക് മേത്ത കമ്മീഷൻ. ബൽവന്ത് റായ് എന്നാണ് 1957 ബൽവന്ത് റായ്. ഓക്കെ, 3 നോക്കിയേ. പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ. ശരിയായതാണ്, അണ്ടർലൈൻ ചെയ്യുക. ശരിയായത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. അതാണ് നമുക്കറിയാമല്ലേ, PK തുങ്കൻ കമ്മിറ്റി അങ്ങനെ ശുപാർശ ചെയ്തിട്ടുണ്ട്, നമുക്കറിയാം. EMS നമ്പൂതിരിപ്പാട് അശോക് മേത്ത കമ്മിറ്റിയിലെ അംഗമായിരുന്നു. നമ്മൾ പഠിച്ചു, മലയാളിയായ അംഗമാണ് ആര്? EMS നമ്പൂതിരിപ്പാട് അശോക് മേത്ത കമ്മിറ്റിയിലെ. അത് നമ്മൾ പഠിച്ചു. ഭരണഘടനയുടെ 71ാം ഭേദഗതി പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ടിരിക്കും. 71 അല്ല, 73. അപ്പോൾ ഇത് തെറ്റാണെന്ന് മനസ്സിലായി. 3 തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ നമുക്ക് ഏതൊക്കെ ഒഴിവാക്കാൻ പറ്റും? ഇത് പോയി, 3 പോയി, ഇവിടെ 3 പോയി. അപ്പോൾ ഉത്തരത്തിൽ വന്നു, ഓൾറെഡി നമുക്ക് ഉത്തരം കിട്ടി. ഉത്തരം ഏതാണ്? D ആണ്. വേറെ നമ്മൾ വായിച്ചോക്കേണ്ട ആവശ്യം ഉണ്ടായില്ല അല്ലേ. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലയിൽ വന്നത് 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിലാണ് നമ്മൾ പഠിച്ചു. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ 1, 2, 4 ശരി. അപ്പോൾ നമ്മുടെ ഉത്തരം D ആണ്. ശരിയായതാണ് ചോദിച്ചത്, ഉത്തരം D ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കിയാൽ 4ാമത്തെ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ തദ്ദേശ സ്വയം, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ടാണ് ചോദിച്ചുള്ളത്. അത് ജനറൽ ആയിട്ടല്ല ചോദിച്ചുള്ളത്, കേരളത്തിലാണ് ചോദിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കേ. അംഗങ്ങളെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നതാണ്, നിങ്ങൾക്കറിയാം. 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് സംവരണം ചെയ്യുന്നു. കേരളത്തിൽ അങ്ങനെയല്ല എന്ന് ഞാൻ പറഞ്ഞു. എത്രയാണ്? 1/2 ആണല്ലേ, 50%. അപ്പോൾ ഇത് തെറ്റാണ്. 2 തെറ്റാണെന്ന് പറയുമ്പോൾ തന്നെ ഇത് പോയി. പിന്നെ അടുത്ത നോക്കിക്കേ, 1 ശരിയാണെന്ന് അറിയാം. 1 ശരിയാണെന്ന് പറയുമ്പോൾ ഇതും വരത്തില്ല. 1 ശരിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഉത്തരം C ആണ് അല്ലേ. അപ്പോൾ എന്താണ്? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അത് നിങ്ങൾക്ക് അറിയുന്നതാണ്. അപ്പോൾ ഉത്തരം 4ന്റെ ഉത്തരം C ആണ്. ഇനി 5 നോക്കിക്കേ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പാണ്. നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? 243 ക്യാപിറ്റൽ A ആണെന്ത്? ഗ്രാമസഭയെക്കുറിച്ച് പറയുന്നത്. അതായത് ഗ്രാമസഭയെക്കുറിച്ച് എന്താ പറയുന്നത്? ഒരു ഗ്രാമസഭയ്ക്ക് വില്ലേജ് തലത്തിൽ ഒരു സംസ്ഥാന നിയമസഭ നിയമം വഴി നിശ്ചയിക്കുന്ന അധികാരങ്ങൾ വിനിയോഗിക്കാവുന്നതാണെന്നാണ് 243A പറയുന്നത്. അതായത് ഗ്രാമസഭയുടെ അധികാരങ്ങളൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഗ്രാമസഭയ്ക്ക് ഏതൊക്കെ രീതിയിൽ അധികാരം നൽകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭ നിയമം വഴി നിശ്ചയിക്കുന്ന അധികാരങ്ങളായിരിക്കും ഗ്രാമസഭയ്ക്ക് ഉണ്ടാവുക എന്നാണ് 243A പറയുന്നത്. ഓക്കെ,
പക്ഷേ നമ്മൾ ഭരണഘടന ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 243 സ്മോൾ ലെറ്റർ ബി എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിലാണ് ഗ്രാമസഭ എന്താ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്രാമസഭയുടെ ഡെഫിനിഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 243 സ്മോൾ ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ തന്നെ ഇങ്ങനെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മലയാളത്തിലാണ് ബി എന്ന് എഴുതുന്നതെങ്കിൽ നമുക്ക് രണ്ടും ബി അങ്ങനെ ആയിപ്പോവും. അപ്പോൾ ശരിക്കും നമ്മുടെ ഭരണഘടന പ്രകാരം 243 സ്മോൾ ലെറ്റർ ബിയിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എന്താണ് ഗ്രാമസഭ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒരു വില്ലേജ് തലത്തിൽ ഇലക്ടറൽ റോൾസിൽ ഉൾപ്പെടുന്ന ആളുകളുടെ പേരുണ്ടാവുമല്ലോ, അത്തരം ഇലക്ടറൽ റോൾസ് സമ്മതിദായക പട്ടിക എന്ന് പറയാം. ഇലക്ടറൽ റോൾസിൽ പേര് രജിസ്റ്റർ ചെയ്ത ആളുകളുടെ സമിതി, ആളുകൾ ഉൾപ്പെടുന്ന സമിതിയാണ് ഇത്തരത്തിൽ എന്താണ് ഗ്രാമസഭ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഏതിലാന്ന് വെച്ചാൽ 240 സ്മോൾ ബിയിലാണ്. പക്ഷേ ഈ പറയുന്ന 243 ആണ് എന്ത് പറയുന്നത്, നമ്മുടെ എന്താണ് ഗ്രാമസഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഗ്രാമസഭയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 243 ആണ്. പക്ഷെ അത് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്, എന്താണ് ഗ്രാമസഭയുടെ അർത്ഥം, അത് എന്തുകൊണ്ട് അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ബിയിലാണ്. അപ്പോൾ മെയിനായിട്ട് ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. 243 ക്യാപിറ്റൽ എ ആണ്. അപ്പോൾ ഇതിൽ പിന്നെ മലയാളത്തിലായതുകൊണ്ട് കുഴപ്പമില്ല, എ ആണ് കൊടുത്തുള്ളത്. ചിലപ്പോൾ ഇങ്ങനെ വരാട്ടോ, ഈ രീതിയിലും എ ഓപ്ഷനിൽ കാണാൻ പറ്റും. അപ്പോൾ അത് ആലോചിച്ച് വയ്ക്കുക. പക്ഷെ അതിൻ്റെ കൂടെ ഇതും കൂടെ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 6ാമത്തെ. കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനം എന്നാണ് നമ്മൾ പഠിച്ചു അല്ലേ. ബൽവന്ത് റായ് മേത്ത ജനിച്ച ദിവസമായ ഫെബ്രുവരി 19 കേരളത്തിൽ പഞ്ചായത്ത് രാജ് ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ 6ന്റെ ഉത്തരം ബി ആണ്. താഴെ പറഞ്ഞിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ നമ്മൾ തെറ്റായതിൽ അണ്ടർലൈൻ ചെയ്യുക. തെറ്റായ പ്രസ്താവനയാണ് നോക്കേണ്ടത്. 7ന്റെ ഉത്തരം നോക്കാം നമുക്ക്. പഞ്ചായത്തി രാജ് സംവിധാന പ്രകാരം 1/3 സീറ്റുകൾ എല്ലാ തലങ്ങളിലും സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, കേരളത്തെക്കുറിച്ചൊന്നുമല്ല പറഞ്ഞുള്ളത്. അപ്പോൾ ഇത് ശരിയായ ഉത്തരമാണ് അല്ലേ, ഇത് ശരിയാണ്. അപ്പോൾ എ ശരിയാണ്. അപ്പോൾ ഉത്തരമായിട്ട് വരില്ല, കാരണം തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. പഞ്ചായത്തി രാജ് ഭരണഘടനയുടെ 11ാം ഷെഡ്യൂളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതെ, നമ്മുടെ 73ാം വകുപ്പ് പ്രകാരം നമ്മൾ പറഞ്ഞു 243 ജിയിലാണ് 11ാം പട്ടിക വരുന്നത്. അത് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട് 29 വിഷയങ്ങളെ കൊടുത്തിരിക്കുന്ന പട്ടികയാണ്. അപ്പോൾ അത് ശരിയാണ്. ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. അതല്ല, ഗ്രാമസഭയുടെ മേൽനോട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. അതായത് ഗ്രാമപഞ്ചായത്തിൻ്റെ അടിത്തറ എന്നൊക്കെ അറിയപ്പെടുന്നത് ഗ്രാമസഭയാണ്. പിന്നെ എന്താണ്, ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അധ്യക്ഷൻ വാർഡ് മെമ്പറുമാണ്. ഇതിൽ വലിയ ആളാരാണ്, വാർഡ് മെമ്പറാണോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണോ? പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റാണ് അധ്യക്ഷത വഹിക്കേണ്ടത്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറുമാണ്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് കൊടുത്തുള്ളത്. അപ്പോൾ ഇതാണ് തെറ്റായത്. അപ്പോൾ നമ്മുടെ ഉത്തരം ഡി ആണ്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഡി ആണ്. ഓക്കെ, അപ്പോൾ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറും ഗ്രാമസഭയുടെ അധ്യക്ഷൻ എന്ന് അല്ലെങ്കിൽ അധ്യക്ഷ എന്ന് പറയുന്നത് ആരാണ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. അടുത്ത നോക്കിയേ, 8ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വർഷം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, ഇതിപ്പോൾ 2024 നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യമാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർഷം പഠിച്ചു വെക്കണം. ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ 1957 ആണോ? നമ്മൾ പഠിച്ചു വെച്ചതാണ് അല്ലേ, 1957 ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ്റെ വർഷം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ്റെ ജോഡി ശരിയാണ്, 1957 തന്നെയാണ്. PK തുങ്കൻ കമ്മീഷൻ നമ്മൾ പറഞ്ഞു 1990 അല്ല 1989 നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് തെറ്റായ ജോഡിയാണ് നമുക്ക് മനസ്സിലായി. വീണ്ടും നമ്മളൊന്നുകൂടെ വായിച്ചു നോക്കി. അശോക് മേത്ത കമ്മീഷൻ 1977 നമ്മൾ വീണ്ടും പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും വർഷം പറയുന്നത്. സർക്കാരിയ കമ്മീഷൻ നമ്മൾ പറഞ്ഞു, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടതാണ് സർക്കാരിയ കമ്മീഷൻ. 1983 തന്നെയാണ് വർഷം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കമ്മീഷൻ്റെ പേര്. വീണ്ടും ചോദ്യങ്ങളിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, അതും ശരിയാണ്. അപ്പോൾ നമ്മുടെ തെറ്റായത് ഏതാണ്, PK തുങ്കൻ കമ്മീഷനാണ്, 90 അല്ല 89 അപ്പോൾ ഇതാണ് രണ്ടാമത്തതാണ് തെറ്റായത്. അപ്പോൾ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ രണ്ടാമത്തത് ഇവിടെ വരുന്നത് സിയിലാണ് ഉത്തരം വരുന്നത്. അപ്പോൾ നമ്മുടെ 8ന്റെ ഉത്തരം ഏതാണ്, 8ന്റെ ഉത്തരം സി ആണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 8ന്റെ ഉത്തരം സി ആണ്. അടുത്ത നോക്കാം. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് കണ്ടോ 1989 ശുപാർശ ചെയ്തത് കണ്ടോ. PSC ആൻസർ കീയിലും 89 എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ 89 കമ്മീഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, ഏതാണ്, PK തുങ്കനാണ്. പിന്നെ അത് നിങ്ങൾക്ക് അതും അറിയാം, എന്ത് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് പറഞ്ഞ കമ്മീഷനും PK തുങ്കനാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മുടെ 9ന്റെ ഉത്തരം സി ആണ്. പിന്നെ ഇതിൽ നിങ്ങൾ കേൾക്കാത്തൊരു കമ്മീഷൻ ചോദിക്കുന്നുണ്ട്, ഏത്, ജസ്റ്റിസ് വെങ്കടാചലയ കമ്മിറ്റി ഉണ്ട്, സുമന്ത റാവു കമ്മിറ്റീനെ കുറിച്ച് പറയുന്നുണ്ട്.
ഓക്കെ, ഇതിൽ ഹനുമന്ത റാവു ആണത്. അപ്പോൾ അത് നിങ്ങൾ കേട്ടതാണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, മുന്നേ പറഞ്ഞാണ് ഹനുമന്ത റാവു കമ്മിറ്റിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ കേൾക്കാത്ത കമ്മിറ്റി ഏതായാലും ജസ്റ്റിസ് വെങ്കടാചലയ്യ കമ്മിറ്റി. ഉത്തരം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതെന്താ കൂടെ ഒന്ന് അറിഞ്ഞു വെക്കണം, നല്ലതാണ്. ജസ്റ്റിസ് വെങ്കടചലയ്യ കമ്മിറ്റി എന്ന് പറയുന്നത് 2000 വരുന്നൊരു കമ്മിറ്റിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അവലോകനം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻ്റ് ചെയ്ത ഒരു നാഷണൽ കമ്മീഷനായിരുന്നു എന്തെന്ന് പറയുന്നത്, ദേശീയ കമ്മീഷനാണ് ജസ്റ്റിസ് വെങ്കടാചലയ്യ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഭരണഘടനയുടെ പ്രവർത്തനം അവലോകനം ചെയ്യുന്നതിന് വേണ്ടി നിയമിച്ച ദേശീയ കമ്മീഷനാണ് ഈ പറയുന്ന ജസ്റ്റിസ് വെങ്കടചലയ്യ കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് 2000 എന്ന് പറയുമ്പോൾ വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ സമയമാണ് വെങ്കടാചലയ്യ കമ്മിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ആലോചിക്കുക. ഹനുമന്ത റാവുവും അശോക് മേത്തയും ബാക്കി നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഹനുമന്ത റാവു നമ്മൾ പഠിച്ചത് തന്നെയാണ്. എന്താണ്, ജില്ലാതല ആസൂത്രണത്തെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി പ്ലാനിംഗ് കമ്മീഷൻ നിയോഗിച്ചൊരു കമ്മിറ്റിയായിരുന്നു അത്. അപ്പോൾ ജസ്റ്റിസ് വെങ്കടാചലയ്യ കമ്മിറ്റി ആലോചിച്ച് വയ്ക്കാം. ഭരണഘടനയുടെ അവലോകനവുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയാണ്, നാഷണൽ കമ്മീഷനാണ് എന്ന് ആലോചിച്ച് വയ്ക്കാം. അടുത്ത ദിവസം നോക്കിയാൽ 10ാമത്തെ, കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ, കേരള സംസ്ഥാന ഫിനാൻസ് കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം ഇതിലേതാണെന്ന് ചോദിക്കുന്നത്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഫിനാൻസ് കമ്മീഷൻ. അപ്പോൾ ഈ ഫിനാൻസ് കമ്മീഷൻ്റെ ഐയും ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഐയും വൈയും ആണ് എന്തെന്ന് പറയുന്നത്, സംസ്ഥാന ഫിനാൻസ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഉത്തരം എ ആണ്. 10ന്റെ ഉത്തരം എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആണ് അടുത്തത്. കണ്ടോ, വീണ്ടും വർഷം ചോദിച്ചു. അപ്പോൾ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 2024 ചോദിച്ച ഒരു ചോദ്യമാണ്. PK തുങ്കൻ കമ്മിറ്റി, നമ്മളിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടാവും, 1989 ആണ്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ 1B ആണ്. 1B ആവുന്ന ഓപ്ഷൻ 1 ഇവിടെയുണ്ട്, 1 ഇവിടെയുണ്ട്. അപ്പോൾ ഇതെന്തായാലും ഇനി വരത്തില്ല, ഇതും വരത്തില്ല. അപ്പോൾ A അല്ലെങ്കിൽ C ആയിരിക്കും. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 57 ആണല്ലേ, നമ്മൾ വീണ്ടും പറഞ്ഞു. അപ്പോൾ 2ന്റെ ഉത്തരം D ആയിരിക്കണം. 2D വരുന്നത് ഇവിടെയാണ്, ഇത് വരത്തില്ല. അപ്പോൾ ഇതും വരത്തില്ല. നമ്മുടെ ഉത്തരം C ആണ്. അപ്പോൾ 11ന്റെ ഉത്തരം C ആണ്. ഓക്കെ, അശോക് മേത്ത കമ്മിറ്റി 77, LM സിംഗ്വി കമ്മിറ്റി 86 അല്ലേ, LM സിംഗ്വി കമ്മിറ്റി 86. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ, 12ാമത്തെ ചോദ്യം. രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലികാ സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 73, 74 ആണ്. അപ്പോൾ ഇതിൽ നഗരപാലിക ഏതാണ്? 74 ആണ് അല്ലേ. 73 പഞ്ചായത്തി രാജ് ആണെങ്കിൽ 74 മുനിസിപ്പാലിറ്റിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ D ആണ് ഉത്തരം. അപ്പോൾ 74ാമത്തെ ഭരണഘടനാ ഭേദഗതി 1992 ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ 12ന്റെ ഉത്തരം D. 13 നോക്കിക്കേ, ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചതിൽ ബൽവന്ത് റായ് മേത്ത അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. മോത്തിലാൽ നെഹ്റു കമ്മിറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ. നെഹ്റു കമ്മിറ്റിയൊക്കെ നമ്മൾ മോഡേൺ ഇന്ത്യയിലാണ് പഠിക്കുന്നത്. തുങ്കൻ കമ്മിറ്റി അങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചോദ്യങ്ങൾ എടുത്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു. 1989 ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുവരെയുള്ള ചോദ്യങ്ങളിലൊക്കെ. അശോക് മേത്ത കമ്മിറ്റി നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നതിൽ ഉത്തരം PSC കൊടുത്തിരിക്കുന്നത് PK തുങ്കൻ കമ്മിറ്റി എന്നാണ്. ഓക്കെ, 13ന്റെ ഉത്തരം B കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അശോക് മേത്ത കമ്മിറ്റി. ഇപ്പം ശരിക്കും നമ്മൾ പറയുമ്പോൾ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത ആദ്യത്തെ കമ്മിറ്റി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വർഷം 1977 ആയതുകൊണ്ട് അശോക് മേത്ത കമ്മിറ്റിയാണ് സാധാരണ വരാറ് ഉത്തരത്തിൽ വരേണ്ടത് ശരിക്കും. പക്ഷേ PSC ആൻസർ കീ പ്രകാരം അശോക് മേത്ത കമ്മിറ്റി ഓപ്ഷനിൽ വന്നപ്പോൾ തന്നെ PK തുങ്കൻ കമ്മിറ്റിയാണ് ഉത്തരത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ PK തുങ്കൻ കമ്മിറ്റിയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇനി ഈ രീതിയിൽ PK തുങ്കൻ കമ്മിറ്റി ഒന്നും ഇല്ലാണ്ട് അശോക് മേത്ത കമ്മിറ്റി മാത്രം ഓപ്ഷനിൽ വരുന്ന അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് വരുന്നത്, ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ അശോക് മേത്ത കമ്മിറ്റി ഉത്തരത്തിൽ എഴുതുക. പക്ഷേ അല്ലെങ്കിൽ PK തുങ്കൻ കമ്മിറ്റിയിലേക്ക് നിങ്ങൾ ഉത്തരം പോകണം. ഓക്കെ, PSC ആൻസർ കീ ആണ് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് പറയാനുള്ള നമ്മുടെ ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് PSC ആണ്. അപ്പോൾ ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി എന്ന് പറയുന്നത് PK തുങ്കൻ കമ്മിറ്റിയാണ് 1989. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചോദ്യമാണിത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം ഒന്ന് റിവൈസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.